ഒരുപാട് യാത്രകൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്താണ് കാസിനോവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലോഞ്ച് നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പല ഫംഗ്ഷനുകളിലും പുള്ളിയുടെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹം. ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ എനിക്ക് മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് തോന്നുന്നതല്ല എന്ന് പലപ്പോഴും ചില ഇൻസിഡൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട്, ഒരുപാട് വിശ്വസിക്കാൻ പറ്റും. നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരാൾ എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അത് കൂടെ ഇല്ല എന്ന് പറയാൻ കുറിച്ചുള്ള വലിയൊരു മലയാള സിനിമ ചിത്രമെന്നായി കോൺഫിഡൻറ്റ് ബാക്കപ്പ് ഉള്ളതായിട്ടുള്ള അതിന് വലിയ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും അതായിരുന്നു. ആ കമ്പനി കാസിനോവ എന്നൊരു സിനിമ എടുക്കുകയും ഡിസ്കഷൻ നടക്കുകയും ചെയ്ത സമയം മുതൽ ആദ്യം മുതലേ അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്തിരുന്നു. പക്ഷേ ആദ്യത്തെ ലൊക്കേഷൻ സമയമുണ്ട്, ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ് ആ പടത്തിനകത്തേക്ക് ഞാനും അസോസിയേറ്റ് ചെയ്യേണ്ടി, അതായത് നോക്കാൻ വേണ്ടി ഞാൻ ഇടപെട്ടപ്പോൾ അങ്ങനെ വന്ന ഒരു ലാസ്റ്റ് പുറത്ത് ഇറങ്ങിയത് കുറച്ച് സമയമെടുത്ത് വന്നൊരു പോലെ. അപ്പോൾ ആ സമയം വരെയുള്ള സൗഹൃദമാണ് ഇപ്പം ഞങ്ങളുടെ ആദ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഡോക്ടറുടെ ഒരു വണ്ടി കൊണ്ട് കോൺട്രാക്ട് വണ്ടി കൊണ്ട് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു നായകൻ ഡിസ്കഷനിലൂടെ അങ്ങനെ ഒരു കാര്യമുണ്ടായി. അത് ചെയ്ത് അങ്ങനെ ആ ആദ്യം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ബാംഗ്ലൂരിൽ ഇതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടറായിട്ട് തന്നെ ഭാര്യയുള്ള പേരിൽ തന്നെ നമുക്ക് അഭിനയിച്ചു. ഞാൻ ഒരു 2-3 ആഴ്ച കൊച്ചിയിൽ വെച്ച് സംസാരിച്ചത് കണ്ടിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു. പല സംശയങ്ങളും സ്വാഭാവികമായിട്ട് നെഞ്ചിനെ ശരിയായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ്. ആ സമയത്ത് തന്നെ അദ്ദേഹം എന്താണ് പറയാനുള്ളത്? അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, വ്യക്തികൾ എനിക്ക് തോന്നുന്നത് ആൾക്കാരുടെ എന്താ പറയുക, ചില ഈ സമയം വരെ വെച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരാളായിട്ടൊന്നും ആത്മവിശ്വാസമുള്ള ആളാണ്. എല്ലാത്തിനെയും വളരെ പോസിറ്റീവായി കാണുന്നതാണ്. നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുകയാണെങ്കിൽ ഇത്രയും സമ്പന്നനായിട്ട് ജീവിക്കുമ്പോൾ അതുപോലെ തന്നെ സന്തോഷങ്ങൾ മറ്റുള്ള നമുക്ക് ആഗ്രഹം തോന്നുന്ന പോലെ ലൈഫിനെ കണ്ട് ഭയങ്കരമായി ജീവിച്ച ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നതും എൻ്റെയൊക്കെ അറിവിൽ അങ്ങനെ തന്നെ സംസാരിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം ജനുവരി 5-6 അവരുടെ കോൺഫിഡൻസ് ഓഫീസിൻ്റെ അവിടെ തന്നെ ഞങ്ങളുടെ ഒരു ഓഫീസിലാണ്. ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ചു വരാമെന്ന് പറഞ്ഞു. അവരുടെ ആ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഞെട്ടല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണഗതിയിൽ ഒരാളുടെ ഒരു വിയോഗത്തിൽ ഇത്രയും ഫോൺ കോൾസ് വരുന്നത് എൻ്റെ അതിലാദ്യമായിട്ടാണ്. മോഹൻലാൽ സാർ എന്തായാലും അന്വേഷിക്കുന്നു. അത് നമുക്ക് അങ്ങനെ എല്ലാവരും വേറൊരു മാനസികാവസ്ഥയിലാണ്. വേറെ ഒന്നും പറയാൻ പറ്റുന്നതല്ല, ചോദിക്കാൻ പറ്റുന്നതായിരുന്നു. അല്ല ഒന്ന് വെച്ചോട്ടെ. സംസ്കാരം പൂർത്തിയായി.
എന്തായിരുന്നു നിങ്ങൾ ഉന്നയിച്ച പരാതിയുടെ കാര്യത്തിൽ? എന്താ നിങ്ങൾ അതിലിപ്പോൾ ഉറച്ചു വെക്കുന്നുണ്ടോ? എന്തെങ്കിലും പോലീസിന് മൊഴി നൽകിയിരുന്നോ കാര്യത്തിൽ? അല്ല, ഇന്നിപ്പോൾ റോയി പോയി, ഇനി റോയി ഇല്ല. വേറെ ഏത് പ്രോഗ്രാമിലും ഇനി റോയിനെ കാണാൻ പറ്റില്ല. വേറെ നമ്മുടെ പഴയ പ്രോഗ്രാം വീഡിയോയിലോ അല്ലെങ്കിൽ റെക്കോർഡ് കാണാമോ, അല്ലാണ്ട് റോയി ഇനിയില്ല. എനിക്ക് ഈ സമയത്ത് എനിക്കൊന്നും സംസാരിക്കാൻ അവിടെ മറ്റന്നാൾ വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ടല്ലോ ശീലം. ആരും ചെയ്യില്ല. ഒരു ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു വാർത്താ സമ്മേളനം വരെ പറഞ്ഞിട്ടുണ്ട്. അത് കേരള ഹെഡായിട്ട് ജോസഫ് ഈ പോലീസിന്റെ അന്വേഷണം സമാന്തരമായിട്ട് ഇപ്പം നടക്കുന്നുണ്ടല്ലോ. ജോസഫ് സംസാരിച്ചിരുന്നു. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്നു. നമുക്ക് കുറേ ആശങ്കകളുണ്ടല്ലോ ഈ വിഷയത്തിൽ, അത് പറഞ്ഞിരുന്നോ പോലീസ്? അതിനോട് ഇപ്പം ഞാൻ പറയാൻ ശനിയാഴ്ച രാവിലെ ബാബുടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ആദായ അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരാണ് ഉണ്ടായിരുന്നത് അവിടെ. വേറെ റോയ്ക്ക് കടമായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചത് എന്താണെന്ന് കുടുംബത്തിന് അറിയണം. അതായിരിക്കും ആ ഒരു നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അല്ല, അത് എനിക്കറിയില്ല. വെയിറ്റ്. ഈ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയുണ്ട്. തൃപ്തിയുണ്ട്. ഈ അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാണണമെന്നല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നതോ? ഒന്നും പറഞ്ഞു സാർ. എന്നോട് ചോദിച്ചത്, റോയ് എന്നോട് ചോദിച്ചത്, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? 2-3 പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു. ആ രാവിലെ 10:40 വിളിച്ചത്. 10:40, 42, 49 എപ്പോഴാണ് ബാംഗ്ലൂർക്ക് വരുന്നത്? അപ്പോൾ ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് വരുന്നതാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പ് അന്ന് തന്നെ പോയി. അമ്മയെ വിളിച്ചായിരുന്നു. അമ്മയെ വിളിക്കാൻ ആഗ്രഹം പറഞ്ഞു വിളിച്ചത്. My father was a great man, and I'm truly shocked it happened. I don't lost words and what led him to reach this point. But I would like to thank everyone for attending today and all the media for supporting him when he was alive, as well as when he അച്ഛൻ എന്തെങ്കിലും സമ്മർദ്ദമുള്ളതായിട്ട് എന്തെങ്കിലും മനസ്സിലായി. കമ്പനിയെ പറ്റിയുള്ള ഇതാണ്. ഇനി കമ്പനി എങ്ങനെയായിരിക്കും? then I will come back and do Okay. after. Please. Thank you all friends. Thank you everybody. Okay. Thank you.